എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Pentacles, Knight of Cups, Five of Swords, Queen of Pentacles, Page of Wands, the Tower. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ സ്വയം നിങ്ങളെ താഴ്ത്തി കാണുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോ നിങ്ങളുടെ നമ്പർ 10 ഒരു 10ാമത്തെ നിലയിലാണ് നിങ്ങൾ എത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നിങ്ങൾ എത്തേണ്ടതെങ്കിൽ നിങ്ങളൊരു 8ഓ 7ഓ ആ ഒരു ലെവലിലാണ് നിങ്ങൾ ജീവിതത്തിൽ എത്താൻ സാധ്യത കൂടുതൽ. കാരണം നിങ്ങളുടെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കൂടിയും ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ പോലും നിങ്ങൾ ഒരു 7ഓ 8ഓ ഒക്കെ ലെവലിലാണ് നിൽക്കുക. കാരണം നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലെ വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്വയം വളരെയധികം അപകർഷതാ ബോധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളില് എത്രത്തോളം നിങ്ങൾ നേടണോ അത്രത്തോളം ഒരിക്കലും നിങ്ങൾ നേടാൻ ശ്രമിക്കാറില്ല. കാരണം ഇതൊക്കെ മതി, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിനൊക്കെ എനിക്ക് അർഹതയുള്ളൂ, ആ ഒരു വാക്കാണ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത്. കാരണം നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. ഒന്ന്, നിങ്ങൾ പൊതുവിൽ അപകർഷതാബോധം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഉള്ള ഒരാളാവുമ്പോൾ, ചുറ്റുമുള്ള ആളുകൾ കൂടിയിട്ട് അങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു എനർജി, ഈ ഒരു വലിയ പൊസിഷനിൽ നിൽക്കേണ്ട, ഒരു കോടീശ്വരനായിട്ട് നിൽക്കേണ്ടുന്ന ഒരാള് ഒരു സാധാരണ ഒരു തരക്കേടില്ലാത്തൊരു ലെവലിൽ നിൽക്കുന്നു എന്ന് പറയാം. ആ ഒരു രീതിയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങൾക്ക് സ്വയം എനിക്ക് ഇത്രയൊക്കെ അർഹത ഉള്ളൂ, ഞാൻ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ്. അതിവിനയം ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്ന മറ്റൊരു കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതിവിനയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരോടും വളരെ വിനയഭാവത്തിൽ താഴ്ന്നു നിന്നൊക്കെ എല്ലാവരും റെസ്പെക്ട് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. ഹ്യൂമിലിറ്റി വളരെ നല്ലതാണ് എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും എന്തും അമിതമായാൽ അമൃതും വിഷമായിട്ട്, അമൃതം എന്ന് പറയുന്നത് എന്താ, മരണമില്ലായ്മ നമ്മൾക്ക് തരുന്ന ഒന്നാണ് അമൃത്. അമിതമായിട്ട് കഴിച്ചാൽ അതും വിഷമായി മാറുമെന്ന് പറയുമ്പോൾ അതിവിനയം ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അതിവിനയം ഒഴിവാക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ അത് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ പക്ഷം നിങ്ങൾ സ്വയം ഞാനൊന്നുമല്ല എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന്റെ ഒരു പാതിയെങ്കിലും കിട്ടിയെങ്കിൽ ആയി എന്നുള്ളതാണ്. ഇത് ഞാൻ എടുത്തു പറയാണ്. കാരണം പല ആളുകളെ സംബന്ധിച്ച് പറയും, ചില ആളുകള് ഒത്തിരി ഉയരത്തിൽ ഫിനാൻഷ്യലി, ജോലി സംബന്ധമായിട്ട്, കരിയർ വൈസൊക്കെ ഒത്തിരി ഉയരത്തിൽ എത്തേണ്ടവരായിരിക്കാം. പക്ഷെ അവരൊരിക്കലും തനിക്ക് അർഹതയുണ്ടെന്ന് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാത്ത പക്ഷം അവരെങ്ങും എത്തില്ല. ആ ഒരു ചിന്ത മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ പലതും നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി, കരിയർ വൈസ്, പേഴ്സണൽ ലൈഫിലൊക്കെ ആ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ആദ്യം തന്നെ പറയുമ്പോൾ പ്രണയം, നിങ്ങൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ആ വ്യക്തി, നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് പ്രണയമുണ്ടാവാം, ആ വ്യക്തി നിങ്ങളെക്കാൾ ഒത്തിരി ഉയരത്തിലാണ്, വിദ്യാഭ്യാസപരമായിട്ട്, ജോലി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വലിയ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത മൈൻഡിലുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രണയം ഒരുപക്ഷെ നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് ഭാഗം നിങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളത് ആ പ്രപഞ്ചശക്തി എന്താണ് നിങ്ങളിലേക്ക് തരുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങളാണ് ആദ്യത്തെ ചുവട് വയ്ക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക, എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം തുറന്നു പറയുക എന്നുള്ളതാണ്. ഇനി അവർക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും
അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പറയാ, കാരണം ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അന്നത് പറയാമായിരുന്നു എന്നൊരു ചിന്തയിലേക്ക് വരരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനസ്സിലുള്ളത് തുറന്നു പറയുക എന്നുള്ളത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചില ആളുകളുടെ അല്ലെങ്കിൽ രീതിക്കും ചിന്തയ്ക്കും അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതൊരിക്കലും നിങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലുള്ളത് തുറന്നു പറയുക, എന്ത് തന്നെ ആയാലും എക്സ്പ്രസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. 5 ഓഫ് സോർഡ്സ് എനർജിയാണ്. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ജീവിതത്തിലുള്ളതാണ്. അത് ചില ആളുകൾ പറയും എന്നെന്നും കൂടെ ഉണ്ടാകും എന്നുള്ളത് പറയും. പക്ഷെ അത് എന്നെന്നും കൂടെ ഉണ്ടാകുന്നത് നിങ്ങളതെങ്ങനെ കൂടെ കൂട്ടിയത് കൊണ്ടാണ്. നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെപ്പിറപ്പാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ. കാരണം ഈ എന്തൊരു കൊച്ചു കാര്യമാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഓക്കെ ഇനി ഞാൻ ഫസ്റ്റ് ടെൻഷൻ അടിക്കട്ടെ കുറച്ചു നേരം, കുറെ നേരം ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കാമെന്നുള്ള രീതിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചിന്ത കാണിക്കുന്നത്. ആ ചിന്തയിൽ നിന്ന് മാറാം. ഇതിപ്പോൾ പറയുമ്പോൾ പറയാൻ എളുപ്പമായിരിക്കും, പക്ഷെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കുക. അപ്പൊ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നടക്കണ കാര്യമല്ല. നമ്മൾ പറയും റോം ഇസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ, അതായത് റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടല്ല കെട്ടിപ്പടുക്കിയത്. അതിന് എത്ര വർഷങ്ങൾ, കാലങ്ങളോളം വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരാളുടെ സ്വഭാവവും ചിന്താഗതിയും മാറ്റി എളുപ്പമല്ല, പക്ഷേ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ശ്രമിച്ചാൽ ഒരു പർവ്വതം പോലും നീക്കി വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ അത് നടക്കില്ല. പിന്നെ ചില ആളുകൾ ആരോഗ്യപരമായിട്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും സംബന്ധിച്ച് പ്രായമായി, ഇനി ഇത് വേണ്ട, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാനുള്ള രീതി അല്ലെങ്കിൽ സാഹചര്യം, ആരോഗ്യം ഇതൊന്നും എനിക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ തീരുമാനിച്ചുറച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണതോ മറ്റെന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിലോ ഫണ്ടിങ്ങോ, അതായത് സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ വരുമ്പോൾ നിങ്ങളായിട്ട് അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിച്ചാൽ ലഭിക്കാതെ ഇരിക്കില്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാനാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ഒരു സമയം വളരെ ശുഭസൂചകമാണ്. കാരണം സ്ത്രീകളിൽ പലരെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ളവര്, കുട്ടികളുള്ളവർ, അമ്മ മാത്രം കുട്ടിയെ നോക്കുന്നത്, ഡിവോഴ്സ് ആയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഇനി, അതായത് നമ്മൾ പറയില്ലേ ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് ചില ആളുകൾ നഷ്ടപ്പെടാൻ എന്തായാലും ഒന്നുമില്ല, അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇനി നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിക്കും. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ശ്രമിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി. ആ ഒരു ലെവലിൽ നിങ്ങൾ വളരെ ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരിലും അതാവാം. സ്ത്രീകളിൽ എന്ന് പറഞ്ഞത് ചില പ്രത്യേക സാഹചര്യവശാൽ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പുരുഷന്മാർക്കും ഈ ഒരു സാഹചര്യം തന്നെയുണ്ട്. നിങ്ങൾ പ്രയത്നിച്ചാൽ മുന്നോട്ടേക്ക് വരാമെന്നുള്ളത്. പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും. ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ജിമ്മിൽ പോവുക, കളിക്കാനായിട്ട് പല കളികൾ, ഇപ്പോൾ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ ഇതുപോലുള്ള കളികളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് കാണിക്കുക. ആക്റ്റീവായിട്ടിരിക്കുക, പൊതുവെ നടക്കാൻ പോവുക, ഓടാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, എക്സസൈസസ് ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിസിക്കലായി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടവർ മൂവ്മെന്റ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു മൊമെന്റ് വളരെ പ്രത്യേകതകളാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക്. കാരണം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കെട്ടിപ്പടുത്തതൊക്കെ തകർന്നു വീഴുന്നു എന്നുള്ളതാണ്. തകർന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടില്ല എന്ന് നടിച്ചോ അത് പിന്നെ ആവാന്ന് വെച്ച് മാറ്റിവെക്കും. പക്ഷേ അറ്റകുറ്റപ്പണികളല്ല ഇനി ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കെട്ടിപ്പടുക്കിയതെല്ലാം തകർന്നു വീഴുന്നു എന്നുള്ളതാണ്. വീണ്ടും ഒരു ഫൗണ്ടേഷൻ ഇട്ട് നല്ല രീതിയിൽ അത് പണി കഴിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം സുന്ദരമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതാണ്. തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു മാറ്റമായിരിക്കും. ഈ ഒരു മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളേണ്ട രീതി വ്യത്യസ്തമായിരിക്കണം. കാരണം നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നതാണ് ഇവിടെ. കാരണം ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഉർവശി ശാപം
ആണ്, അതൊരു ശാപമാണ്. പക്ഷെ അത് ഉപകാരമായിട്ടാണ് ഫലത്തിൽ വരുന്നത്. അതുപോലെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ച് വീട് സംബന്ധിക്കുന്ന കാര്യമായിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെ ചെയ്ത എന്തെങ്കിലും കാര്യം അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിർത്തി പുതിയ നിലയ്ക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഏത് ദേവനെ അല്ലെങ്കിൽ ദേവിയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്കിനി നോക്കാം. ഏത് ദേവതയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ജഗന്നാഥനെയാണ് ആരാധിക്കുക. അപ്പോ നിങ്ങൾക്ക് ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഈ പ്രപഞ്ചത്തിന്റെ ദേവനായിട്ടുള്ള ഈ ജഗത്തിന്റെ നാഥനായിട്ടുള്ള ജഗന്നാഥനെ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് എന്ത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ മുന്നേറാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതായത് നിങ്ങൾ ജഗന്നാഥനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ജഗന്നാഥ ക്ഷേത്രം എന്നുള്ള രീതിയിൽ നമ്മൾ കേരളത്തിൽ ആയിട്ടല്ലെങ്കിൽ കേരളത്തിന് സൗത്ത് ഇന്ത്യയിൽ മറ്റ് ഭാഗങ്ങളിൽ പോകാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൂടി എടുത്തു പറയുകയാണ്, അത് വിട്ടുപോയി. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ പോവുക, മറ്റിടത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നത് മതിയാവും. വിഷ്ണു ഭഗവാനെ ആരാധിക്കുക. കൃഷ്ണ രൂപത്തിലായാലും കൃഷ്ണ ഭഗവാനെ ആരാധിച്ചാലും മതിയാകും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.